ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും സ്വയംവരപ്പന്തൽ എന്ന സീരിയലിൻ്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അതായത് നമ്മുടെ സൂര്യയുടെ മധുരപ്രതികാരമാണ് കേട്ടോ. സൂര്യ ഇവിടുന്ന് വെല്ലുവിളിച്ച് പോയത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫോട്ടോ തൂക്കിയതിൻ്റെ പേരിൽ. സൂര്യയുടെ നന്ദിൻ്റെ ഒഴികെ ബാക്കി എല്ലാ ഫോട്ടോയും തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ദേഷ്യം വന്നിട്ട് സൂര്യ ഇറങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ പോയിട്ട് നമ്മുടെ വിവേകിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിവേകിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ എന്നത്തെയും പോലെ മദ്യപിക്കാനാന്ന് വിചാരിച്ചിട്ട് വിവേക് കുപ്പിയൊക്കെ എടുത്ത് അവിടുന്ന് സന്തോഷത്തോടുകൂടി തുള്ളി ചാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുപ്പി കണ്ട വശം സൂര്യ നല്ല ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിനക്കെന്താടാ നാണും മാനൊന്നുമില്ലേ? നിൻ്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, നിന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? നിനക്കെന്താ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ വിവേകനെ അന്തമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എടാ സൂര്യ, നീ തന്നെയാണ് ഈ പറയണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അപ്പോൾ നിന്നെ വിളിച്ചത് ഇതിനൊന്നല്ല, ഇന്ന് വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി. രാവിലെ അച്ഛൻ നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സൂര്യയുടെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ തോന്നിവാസങ്ങളൊക്കെ താഴ്ത്ത് നടക്കണത് കേട്ടോ, ഈ ഫോട്ടോൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, വേദയുടെ കാര്യമൊക്കെ പറഞ്ഞതിന് ഉപദേശിച്ച് എനിക്കത് ഭയങ്കരമായിട്ട് കൊണ്ടുവിടാം, എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ അനിയത്തിയല്ലേ, ഇന്ന് അവിടെ നിശ്ചയമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വിചാരമൊക്കെ നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട വിവേക്. അപ്പോൾ ഇതേ വെറുതെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവളെ അത് നിശ്ചയം നടത്തേണ്ടത് എൻ്റെയും നന്ദിനിയുടെയൊക്കെ ഉത്തരവാദിത്തമല്ലടാ. പോരാത്തതിന് ഇന്ന് നന്ദിനിനെ അപമാനിക്കാനും പിന്നെ തുല്യമായിട്ടൊരു സംഭവം ഉണ്ടായി എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, ഞങ്ങളുടെ ഫോട്ടോ മാറ്റിയല്ലോ, തല്ലി പൊട്ടിച്ചിട്ടുണ്ട്, ബാക്കി ഞങ്ങളുടെ ഒഴുക്ക് ബാക്കി എല്ലാവരുടെയും ഫോട്ടോ അവിടെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അവൾ, ആ ഹരിത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ അപ്പോൾ തന്നെ പ്രതികരിച്ച് കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. പക്ഷേ എനിക്ക് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. ഈ നന്ദിനിയുടെ പേരിൽ വീട് അറിയപ്പെടും, അവളെ അത്ര ഉയർത്തും എന്നൊക്കെ പറഞ്ഞിട്ടോ. നീ അപ്പോൾ കുറേ വിവേകം ഇങ്ങനെ പൊക്കുന്നുണ്ട് കേട്ടോ. നീയാടാ യഥാർത്ഥ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതിനെനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, രഹസ്യമായിട്ട് എന്തോ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കേണ്ടത് ഇവിടെ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളല്ല. നിശ്ചയത്തിന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്ദ്രജിയൊക്കെ അവിടെ കിടന്നിട്ട് എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് ഓടി നടക്കുന്നുണ്ട്. അളിയനും ഉണ്ട് കേട്ടോ. അളിയൻ ആരോടൊക്കെ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ പത്മനാഭത്തിൻ്റെ വീട് ചോദിച്ചാൽ അറിയാത്തവരുണ്ടോ, ചോദിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം കേട്ടോ. അങ്ങനെ നടക്കണതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ അളിയൻ ഞെട്ടി നിൽക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇന്ദ്രജനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഒന്ന് വന്നേ, നീ വന്നിട്ട് കാണേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. കൊണ്ടുവന്നിട്ട് താഴത്ത് ഇവിടെ നോക്കിയപ്പോൾ മണ്ഡപമൊക്കെ നല്ല ഇങ്ങനെ ഫുൾ അലങ്കരിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ അവിടെ വലിയൊരു ഫ്ലെക്സ് നമ്മുടെ സൂര്യയുടെയും നന്ദിനിയുടെ കേട്ടോ. മുകളിൽ സൂര്യയും നന്ദിനിയും, എന്നിട്ട് അവർ സ്വീകരിക്കണ പോലെ താഴത്ത് ഇവർക്ക് ആശംസകളൊക്കെ പറയണ പോലെ നമ്മൾ വലിയ ഫ്ലെക്സ് ഇങ്ങനെ വെക്കില്ലേ, നമ്മുടെ രഞ്ജിത്തിൻ്റെയും വേദയുടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇത് കണ്ട നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രജിക്കാണെങ്കിൽ ദേഷ്യം വന്ന് നിൽക്കണേ. അപ്പോൾ നമ്മുടെ അളിയൻ പറയണേ, ഇതേപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചാലോ, അടിപൊളിയായിട്ടുണ്ടല്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഇന്ദ്രജ വലിച്ചു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓടിപ്പോയിട്ട് പത്മയുടെ അടുത്ത് പറയണം, അമ്മ ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ നമ്മൾ അറിയണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താടി കാര്യം പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നിവിടെ ആരും നിശ്ചയ വേദന അച്ഛനും അമ്മയൊക്കെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഇനിയും കാര്യം പറയാത്ത, എന്താ സൂര്യ പിന്നെയും കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നല്ല അമ്മേ കാര്യം എന്ന് പറഞ്ഞാൽ പത്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അളിയൻ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അമ്മ വാ എന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കൊടുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓടുന്ന കണ്ടപ്പം ഇന്ദ്രജിയും അളിയനും കൂടി കൊണ്ടപ്പോൾ ഇതെന്തപ്പോൾ ഇത് കണ്ടിട്ട് ഓടണേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രാജുവേട്ടൻ വന്നു നോക്കുന്നുണ്ട് കേട്ടോ. രാജുവേട്ടൻ വന്നിട്ട് ഇത് കണ്ടപ്പോൾ രാജുവേട്ടന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. രാജുവേട്ടൻ സന്തോഷിച്ചിട്ട് നമ്മുടെ നന്ദിനിനെ പിടിച്ച് വലിച്ചു കൊടുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട വശം നന്ദിനി അവിടെ തളർന്നിരുന്നു സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പുകിലാണ് വരാൻ പോണതെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നന്ദിനി തലയ്ക്കും കൈവച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രാജുവേട്ടൻ ആശ്വസിപ്പിക്കേണ്ടതായിട്ട്, മോളെന്തിനാ വിഷമിക്കണേ, എല്ലാവരും അറിയണ്ടേ സൂര്യ സാറിൻ്റെ ഭാര്യ മോളാന്ന്, അല്ലാണ്ട് എന്നും ഇങ്ങനെ ബാല്യക്കാരിയായിട്ട് നിന്നാൽ മതിയോ, നല്ല സന്തോഷമുള്ള കാര്യമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് പോ രാജുവേട്ടാ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നറിയൂ, ഈ സൂര്യ സാറിനെ കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞിട്ട് നന്ദിനി ആ ഇരിപ്പൻ അവിടെ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് ഇവർ പത്മേനെയും കൊണ്ടിട്ട് ഇവർ വരുന്നത്. അപ്പോൾ നമ്മുടെ രാജുവേട്ടൻ എന്തും കണ്ട് ആസ്വദിച്ച് നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ വേഗം ഇവർ വരുന്ന കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വിളിച്ചു നിന്നു കേട്ടോ. ഒളിച്ചു നിന്ന സമയത്ത് പത്മ വന്നിട്ട് പത്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് വയ്യ. അപ്പോഴേക്ക് അച്ഛനും വരുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് പത്മ ചൂടാവുന്നുണ്ട്, നിങ്ങൾ എന്താ ഇത് കണ്ടിട്ട് മിണ്ടാത്ത, നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ലേ, നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചിരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ പേര് കമ്പനിയുടെ പേരിലെല്ലാം ആശംസ കൊടുത്തിരിക്കണേ. കമ്പനിയുടെ CEO നമ്മുടെ നന്ദിനിയുടെയും പിന്നെ നമ്മുടെ സൂര്യയും ആശംസിക്കണ പോലെയാണ് കേട്ടോ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിരിക്കണം. അതിൻ്റെ സങ്കടത്തിലാണ് മറ്റുള്ളവർ. അപ്പോൾ പത്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ എറിഞ്ഞു കയറി വരികയാണ്. അപ്പോൾ സൂര്യ വന്നിട്ട്
എന്നിട്ട് ചോദിക്കണം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയണത് ഇതാ നിനക്ക് അഹങ്കാരടാ, നിൻ്റെ രക്തം മുഴുവൻ അഹങ്കാരമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, അതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, സൂര്യക്ക് സന്തോഷം കൊണ്ട് വയ്യേ, സൂര്യ ചിരിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, ആ നിങ്ങളുടെ ശരീരത്തിൽ അതേ രക്തമല്ലേ നിങ്ങളുടെ പറഞ്ഞ, അപ്പം അതിലത്തെ അഹങ്കാരവും ദേഷ്യം എല്ലാം അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് എൻ്റെ ശരീരത്തിലുണ്ടാവുമേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആത്മാ അവിടെ നിന്ന് ചവിട്ടി തുള്ളി പോയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. സൂര്യ അപ്പം അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇങ്ങനെ മതിയോ, അതോ ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂര്യ സ്ട്രിക്റ്റായിട്ട് എന്താ പറയുക പ്രതികാരം വീട്ടിയിട്ടുണ്ട് കേട്ടോ. മൊത്തം സൂര്യയുടെയും നന്ദിനിയുടെയും ഫോട്ടോ ആണ്, ആശംസ പറഞ്ഞിട്ട് മറ്റവരുടെയും ഒന്നും പറയാനും പ്രവർത്തിക്കാനും പറ്റാതെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ പത്നിയും ഇന്ദ്രജിയൊക്കെ. അപ്പം നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ സൂര്യ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.